ഡാർജിലിംഗിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 14 പേർ മരിച്ചു. മിറിക് സുക്കിയ മേഖലകളിലാണ് ഇപ്പോൾ അപകടകരമായ സ്ഥിതി. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന പുതിയ വിവരങ്ങൾ വരികയാണ്. അവിടുത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. സൈന്യത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അർജുൻ, 14 പേരെങ്കിലും മരിച്ചു എന്നതാണ് അവിടെ നിന്ന് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിലാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന വിവരവുമുണ്ട്. രതീഷ്, 14 പേർക്കെങ്കിലും ജീവൻ നഷ്ടമായിട്ടുണ്ട്. കുറഞ്ഞത് ഒരാളെയെങ്കിലും ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നത്. അതായത് മഴയുണ്ട്, മാത്രമല്ല ഭൂപ്രകൃതി അത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ചും ഈ കനത്ത മഴയൊക്കെ തുടർന്ന് പലയിടങ്ങൾ, താഴ്ന്ന ഇടങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ കാണാതായിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം, അതൊക്കെ വളരെയധികം ദുർഘടം പിടിച്ച രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയത്തിലുള്ള സംവിധാനം അടക്കം പലതും താറുമാറായി പോയിട്ടുണ്ട്. അതടക്കം ഇപ്പോൾ പ്രശ്നങ്ങളാണ്. എന്തായാലും ഈ NDRF-ഉം SDRF-ഉം അതിന് പുറമെ സൈന്യവും ഇപ്പോൾ എന്തായാലും രംഗത്തെത്തുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ റോഡൊക്കെ തകർന്ന് ആദ്യഘട്ടത്തിൽ NDRF എത്താൻ വൈകിയിരുന്നു. ഇപ്പോൾ NDRF-ന്റെ സംഘങ്ങൾ കൂടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും മിറിക് സുക്കിയ എന്ന് പറയുന്ന പ്രദേശങ്ങൾ, അതിന് പുറമെ കലിംപോങ് എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം, ഈയിടത്ത് ഒന്നിലധികം തവണ മണ്ണിടിച്ചിൽ ഉണ്ടായി. അതിലാണ് വലിയൊരു അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ദുദിയ എന്ന സ്ഥലത്ത് ഒരു ഇരുമ്പ് പാലം, അത് വളരെ നിർണായകമായിട്ടുള്ള പാലമാണ്. ഈ ഡാർജിലിംഗിനെ സിലിഗുഡിയിലേക്കും പിന്നെ സിക്കിമിലേക്കും എല്ലാം ബന്ധിപ്പിക്കുന്ന ദേശീയപാത 717 ഭാഗമായിട്ടുള്ള പാലമാണ്. അതും ഇത്തരത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. വടക്കൻ ബംഗാളിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് വരും മണിക്കൂറുകളിലും മഴ അതിതീവ്രമായി തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കണ്ടെത്താനുള്ളവരെ ശക്തി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്ത്, വടക്കൻ മഹാരാഷ്ട്ര തീരങ്ങളിൽ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണം തുടങ്ങിയ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നിലവിൽ ഈ ചുഴലിക്കൊടുങ്കാറ്റ്, ശക്തി എന്ന് പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റ്, അത് ദ്വാരക, അതായത് ഗുജറാത്ത് തീരത്തിന് 350 കിലോമീറ്റർ മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാരപാത എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് എന്നാണ് അതിൻ്റെ സഞ്ചാരപാതയുള്ളത്. നിലവിൽ വേഗത 15 കിലോമീറ്ററാണ്. കാറ്റിന് 100 കിലോമീറ്റർ വരെ വേഗത ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയോ ഇതിൻ്റെ ശക്തി ക്ഷയിച്ച് ഇതിൻ്റെ ദിശ മാറി ഒമാൻ തീരത്തേക്ക്, അതായത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഇത് വഴി പോകുമെന്നാണ് നിലവിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഇത് കര തൊടാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ മഴ അലേർട്ടില്ല. ഈ ഗ്രീൻ അലേർട്ടാണ് നിലവിൽ മുംബൈയിലും റായ്ഗഡിലും താനെയിലും പൽഗഡിലും എല്ലാം നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് എവിടെയുമില്ല. പക്ഷേ 7-ാം തീയതി വരെ കടലിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമാണ്. പ്രത്യേകിച്ചും ദ്വാരക, കച്ച് തീരം, അതുപോലെ ഈ വടക്കൻ മഹാരാഷ്ട്രയുടെ തീരങ്ങൾ, ഇവിടെയൊന്നും കടലിലേക്ക് ഒക്ടോബർ 7-ാം തീയതി വരെയെങ്കിലും ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ എന്തായാലും നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല.